കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ വിധി ഇന്നറിയാനാകും. 8 വർഷത്തിലേറെ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് കേസിലെ വിധി പുറത്തുവരുന്നത്. നടൻ ദിലീപ് 8ാം പ്രതിയായ കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജ് ഹണിയം വർഗീസ് ആണ് വിധി പറയുന്നത്. കൂട്ടബലാത്സംഗം, ക്രിമിനൽ ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കലടക്കം പരമാവധി ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. നടിയെ ലൈംഗികമായി ആക്രമിച്ച് മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തിയ പൾസർ സുനിയാണ് കേസിലെ 1ാം പ്രതി. 2017 ഫെബ്രുവരി 17-ാം തീയതിയാണ് നടി കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ടത്. രാവിലെ 11 മണി മുതലായിരിക്കും കോടതി നടപടികൾ ആരംഭിക്കുക. ആക്രമിക്കപ്പെട്ട നടിയോടുള്ള വ്യക്തിവിരോധത്താൽ ബലാത്സംഗത്തിന് കൊട്ടേഷൻ നൽകിയെന്നതാണ് ദിലീപിനെതിരായ കേസ്. കേസിലെ 8ാം പ്രതിയാണ് ദിലീപ്. ആക്രമണം നടത്തി ദൃശ്യങ്ങൾ പകർത്തിയ പൾസർ സുനിയാണ് 1ാം പ്രതി. ബലാത്സംഗത്തിന് ആദ്യമായി കൊട്ടേഷൻ നൽകിയ കേസാണിത്. എന്നാൽ ഇത് കെട്ടുകഥയാണെന്നും പ്രോസിക്യൂഷൻ കെട്ടിച്ചമച്ച തെളിവുകളാണ് കോടതിയിൽ എത്തിയതെന്നുമാണ് ദിലീപിന്റെ വാദം. പ്രതികൾക്കെതിരെ പീഡനശ്രമം, തട്ടിക്കൊണ്ടുപോകൽ, ഗൂഢാലോചന, ഭീഷണിപ്പെടുത്തൽ, ബലപ്രയോഗത്തിലൂടെ അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. വിധി പറയുന്നതിന്റെ ഭാഗമായി കോടതിയിൽ പോലീസ് സുരക്ഷ ശക്തമാക്കും. കോടതി പരിസരത്തേക്ക് പൊതുജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും പ്രവേശനം നിയന്ത്രിക്കും. 2018 ആരംഭിച്ച വിചാരണ നടപടികൾ കഴിഞ്ഞ മാസം 25-ാം തീയതിയാണ് പൂർത്തിയായത്. അതിനു പിന്നാലെയാണ് ഇന്ന് അന്തിമ വിധി വരുന്നത്.